നിസ്കാരത്തിന് ഇത്ര വലിയ പ്രത്യേകത? സ്വലാത്തുൽ വുസ്താ എന്ന് പ്രത്യേകം ബഹുമാനമുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ർ നിസ്കാരത്തിന്റെ സമയം ഖന്തഖിൽ വെച്ചുകൊണ്ട് അതേ മുശ്രിക്കുകളോടും സഖ്യകക്ഷികളും കൂടിയിട്ട് ചർച്ചയും മറ്റുമൊക്കെയായിട്ട് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിച്ചപ്പോ, ജൂതന്മാരും മുശ്രിക്കുകളും സഖ്യം ചെയ്തിട്ടുള്ളൊരു സമരമല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അവര് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തുനിന്ന് തെറ്റിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ തങ്ങൾ ദുആ ചെയ്തു. കല്ലെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, രക്തം ഒലിപ്പിച്ചവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചവർക്കെതിരെ ദ്വാരുന്നിട്ടില്ല. അതേ സമയത്ത് അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് നീക്കിയപ്പോ തങ്ങൾ പറഞ്ഞു, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂനാ അനിസ്സലാത്തിൽ വുസ്താ. ഖുർആൻ സ്വലാത്തുൽ വുസ്താ എന്ന് പ്രത്യേകം ബഹുമാനം നൽകിയ നിസ്കാരം അസ്ർ നിസ്കാരമാണ്. പ്രത്യേകം സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്. ഹാഫിളൂ അലസ്വലവാതി വസ്വലാത്തിൽ വുസ്താ. എല്ലാ നിസ്കാരങ്ങളും പതിവായി നിർവഹിക്കണം. ഒന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു, വസ്വലാത്തിൽ വുസ്താ, അസ്ർ നിസ്കാരം പ്രത്യേകം. അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ബലപ്പെടുത്തിയ അഭിപ്രായമാണ്. മഹാന്മാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ അഖറബു അന്നഹു ഹുവൽ അസ്റു. സ്വലാത്തുൽ വുസ്താ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ർ നിസ്കാരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരത്തെ പറ്റിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. മുശ്രിക്കുകളുടെയും ജൂതന്മാരുടെയും അവരുടെ കുടികളും അവരുടെ വീടുകളും അവരുടെ കുടിമാടങ്ങളും നരകം കൊണ്ട് തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. സ്വലാത്തുൽ വുസ്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ. അസ്ർ നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ്. സഹോദരങ്ങളെ, ഖളാ ആകാൻ പലപ്പോഴും ചാൻസ് കൂടുതലുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖളാ ആയാൽ വലിയ നഷ്ടം സംഭവിക്കും. മൻ തറക സ്വലാത്തൽ അസ്രി ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു. ബറക്കത്ത് കുറഞ്ഞു. പലതും വരും. ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സക്കാരത്ത് പോയൊക്കെ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ, കൃത്യമായിട്ട് അസ്റും നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. നമുക്കല്ലാതെ പിന്നെ ആർക്കും ഇടങ്ങേറ് വരിക? പിന്നെ അതിന് ആരെങ്കിലും ചെയ്തോ പോയോക്കിയിട്ട് കാര്യമുണ്ടോ? ഒറ്റ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും. ആപത്ത് വരും, കുടുംബത്തിന് ആപത്ത് വരും, സമ്പത്തിൽ ആപത്ത് വരും, തകർച്ച വരും, കച്ചവടത്തിൽ നഷ്ടം വരും, ഒക്കെ സംഭവിക്കും. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ കച്ചവടം കുറച്ച് കമ്മിയാണ്. അസ്ർ നിസ്കാരം നിസ്കരിക്കല്ലേ ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഓരോന്നും മിസ്സാകല്ല, അപ്പൊ മറ്റേത് മിസ്സാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലെവലായി കൂട്ടണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും. ഒഴിവാക്കാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമാഅത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസ്റിലും ഫജ്റിലെങ്കിലും നീ പങ്കെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 വക്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാണ്. 5നും എത്താൻ കഴിയില്ലെങ്കിൽ സുബൈക്കും അസുറിനെങ്കിലും എത്താൻ കഴിയോ? എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം? എന്തേ അത് രണ്ടും എണ്ണി പറയാൻ കാരണം? ഖുർആനിലും അത് എടുത്തു പറയാൻ കാരണം മറ്റു 3 വക്ത് നിസ്കാരങ്ങൾക്കും ജമാഅത്തിനും ഇല്ലാത്ത പ്രത്യേകത അസുറിനുണ്ട്, ഫജ്റിനും ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന്, ഈ 2 നിസ്കാരത്തിനും 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, രാത്രി സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്, പകല് സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. 2 മലക്കുകളും ഒരുമിച്ച് കൂടുന്ന 2 വഖത്ത് അത് അസുറും ഫജ്റുമാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അവർ പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് നമ്മെപ്പറ്റി ചോദിക്കും.
ചോദിക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ? അതൈനാഹും വഹും യുസല്ലൂന വറജഅനാഹും റജഅനാ അൻഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ്, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കരിക്കാണ്. ഇപ്പൊ അസ്റിനൊരു കൂട്ടം മലക്കുകൾ വന്നു. ഇന്നലെ സുബഹിക്ക് വന്ന മലക്കുകള് സുബഹിക്കുണ്ട്, അതുപോലെ തന്നെ ളുഹ്റിനുമുണ്ട്. അസ്റും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ വാനിലേക്ക് ഉയർന്നു പോകും, അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് അവര് പോകും. അവര് അസ്ർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അസ്റിനൊരു പുതിയ കൂട്ടം മലക്കുകൾ വന്നു. 2 മലക്കുകൾ അസ്റിന്റെ ജമാഅത്തിലുണ്ട്. അസ്റിന് വന്നവർ ഓൾറെഡി ഇപ്പോഴുണ്ട്. അവര് മഗ്രിബിലുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇശാഇനുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇനി ഒരു പുതിയ കൂട്ടം രാത്രിയിൽ വരും, അത് സുബഹിക്കാണ്. അപ്പൊ അസ്റിന് വന്ന ആളുകൾ സുബഹിന്റെ ജമാഅത്തും കഴിഞ്ഞവര് പോകും. ഇങ്ങനെ 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന 2 ജമാഅത്ത്. അതൊന്ന് സുബഹിയാണ്, മറ്റൊന്ന് അസ്റാണ്. വലിയ മഹത്വമുള്ള 2 നിസ്കാരങ്ങളാണ് സഹോദരങ്ങളെ. ആ നിലക്കും അസ്ർ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ വന്നു ചേരാൻ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നത് കാരണമാണ്. ബറക്കത്ത് നഷ്ടപ്പെടാനും അനാവശ്യങ്ങൾ കുമിഞ്ഞുകൂടാനും കാരണമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ഈ വിഷയം വിശദീകരിച്ചിടത്ത് അല്ലാമ ഇമാമുൽ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം തഫ്സീറിൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരു പെണ്ണുണ്ട് മദീന തെരുവിലൂടെ ഇങ്ങനെ അന്വേഷിക്കുന്നു. ആരെയാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് നടക്കാൻ. ദുല്ലൂനി അലാ റസൂലില്ലാഹ്, ദുല്ലൂനി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണങ്ങനെ ചോദിച്ച് നടക്കുന്നു, എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണിച്ചു തരൂ. ചോദിക്കുന്ന പെണ്ണ് തങ്ങളെ മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, പെണ്ണേ നീ എന്നെയാണല്ലോ ചോദിക്കുന്നത്, എന്താണ് ആവശ്യം? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഒരുപാട് പാപക്കറകളുള്ളൊരു പെണ്ണാണ്, എനിക്ക് എന്താണ് ശിക്ഷ എന്നത് തങ്ങൾ പറഞ്ഞു തരണം. എന്താ പെണ്ണെ നീ ചെയ്തത്? എന്റെ ഭർത്താവ് ജോലിക്ക് പോയി, ആ പോയ ചാൻസ് നോക്കിയിട്ട് ഞാൻ മറ്റൊരാളുമായി അവിഹിത വീഴ്ച നടത്തി. എന്നിട്ടോ അതിലെനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന സുർക്ക ടിന്നുണ്ടായിരുന്നു. മുഴുവനും അതിൽ സുർക്കയാണ്. ആ സുർക്ക ടിന്നിൽ മുക്കിയിട്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഈ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു. ഒരുപാട് തെറ്റിന്റെ പരമ്പരയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിവിധി തരണം നബിയേ. ആ പെണ്ണ് പശ്ചാത്താപ ബോധത്തോടെ വന്നിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അമ്മസിന ഫഅലൈകി റജം, നീ വേശ്യാവൃത്തി ചെയ്തതിന് നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് ശിക്ഷ. കാരണം നീ വിവാഹിതയാണ്. അമ്മാ ഖത്ലുൽ വലദ്, കുട്ടിയെ കൊന്നു കളഞ്ഞില്ലേ, ഫജസാഉഹു ജഹന്നം, അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടുന്നത് അല്ലാഹു മാപ്പ് തന്നില്ലെങ്കിൽ ജഹന്നമാണ്. വഅമ്മാ ബൈഉൽ ഖല്ലി ഫഖദ് ഇർതകബതി കബീറാ, സുർക്ക വിൽക്കാൻ പാടില്ലായിരുന്നു, നജസായ സുർക്ക, നീ അത് വിറ്റതൊരു വൻകുറ്റമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാകിൻ ലനന്തു അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, പെണ്ണേ ഈ വ്യഭിചാരവും ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതും ഈ ഹറാമായ നിലക്കുള്ള വിൽപ്പന നടത്തിയതും ഇതൊക്കെ നിന്നിൽ വരാനുള്ള കാരണം ഞാൻ നിന്നെ പറ്റി മനസ്സിലാക്കുന്നത് നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണാണ്. അസ്ർ നിസ്കാരത്തിന്റെ ഒരു കുറവ് കൊണ്ട് ചാബല്യങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് വന്നു ചേർന്നു. അതൊക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന്റെ കുറവ് കൊണ്ട് അനാവശ്യങ്ങളുടെ കൂമ്പാരങ്ങളാ വന്നത്. ആ പെണ്ണിന്റെ ജീവിതത്തിൽ എത്ര ശിക്ഷയാ വന്നിരിക്കുന്നത്. കാരണം ഒന്നാണ്, അസ്ർ നിസ്കാരം ഉപേക്ഷിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്ർ നിസ്കാരം ഒഴിവാക്കരുത്, ഒരു കാരണവശാലും അസ്ർ നിസ്കാരം ഒഴിവാക്കരുത്. അസ്ർ നിസ്കാരം വലിയ മഹത്തുള്ള നിസ്കാരമാണ്. അസ്ർ നിസ്കാരം പോയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് പറയുമ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക്, നിങ്ങൾ നോക്കുക, അവരൊക്കെ ആ നിസ്കാരവുമായിട്ടുള്ള അവരാ ബന്ധം. അസ്ർ നിസ്കാരത്തിന്റെ ഒരു ജമാഅത്ത് പോയതിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു തോട്ടം സ്വതക്ക് കൊടുത്തത്. എത്രയാണ് ആ ജമാഅത്തിന്റെ മഹത്വം എന്നറിയോ?
നമുക്ക് നമ്മളെ സ്വത്താ വലുത്. 10 റുപ്യ ചുറ്റിക്കൂട്ടിയാൽ ഒന്നിനുമില്ലാത്ത ഒരു തല, ഒരു കണ്ണട വെച്ചുള്ള ഒരു തല, അതാ നമുക്ക് വലുത്. അസ്ർ നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്ന ഉമർ റളിയല്ലാഹു അൻഹു തോട്ടത്തിലൊന്ന് കയറി, ഒന്നിങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ ആ നോട്ടം കുറച്ച് നീണ്ടുപോയി. പുറത്തിറങ്ങുമ്പോഴേക്ക് മദീന പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞു. സങ്കടം തീർത്താ തീരണ്ടേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ. ഈ തോട്ടം സദഖത്തുൻ അലാ മസാക്കീനിൽ മദീന, സംഭാവന കൊടുത്തു. തോട്ടം വേണ്ടാർ, എന്റെ അസറിന്റെ ജമാഅത്ത് പോയ തോട്ടം എനിക്ക് വേണ്ട, അത് മദീനയിലെ മിസ്കിന്മാർക്ക് സംഭാവന കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഖൈബറിൽ പോയി മുറഹിബായിട്ട് പോരാട്ടം നടത്തിയിട്ട്, മുറഹിബായിട്ട് അതുവരെ ജയിച്ചൊരൊറ്റ കുട്ടിയില്ല. യഹൂദിയായ മുറഹിബ് അലി റളിയല്ലാഹു അൻഹു കണ്ടപാടന്നെ മുറഹിബ് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു എന്നാ. കാരണം മുറഹിബും അലി റളിയല്ലാഹു അൻഹു നിന്നാല് മുറഹിബിന്റെ ഊരക്കെട്ടിന്റെ അത്ര ഉണ്ടാവുള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഒരു കുറിയ ആളാ. മുറഹിബ് നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു രാജാനുബാഹുവാണ്. മുറഹിബ് ഇങ്ങനെ വാഹനത്തിന്റെ മേലെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അലി റളിയല്ലാഹു അൻഹു കണ്ടപാടനെ ചിരിച്ചു. ദാ പോരാടാൻ വരുന്നത്. അലി റളിയല്ലാഹു അൻഹു ആരാ പതാക കൊടുത്ത് പറഞ്ഞയച്ചത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പതാക കൊടുക്കുമ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിന് വേണ്ടി അന്നത്തെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്ന് കാത്തിരുന്നവരാ സ്വഹാബ. ഇശാഇന്റെ ശേഷം തങ്ങൾ പറഞ്ഞു, പതാക പിടിച്ചുകൊണ്ട് ഈ പതാക നാളെ ഞാൻ കൊടുക്കും. റജുലൻ, ഒരാൾക്ക് ഞാൻ കൊടുക്കും. യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും മഹബ്ബത്ത് വെക്കുന്ന, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന, രണ്ട് ഭാഗത്തും മഹബ്ബത്തിന്റെ തലങ്ങളുള്ള ഒരു മഹാന് ഞാൻ ഈ പതാക കൊടുക്കും. വയഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ നല്ല വിജയവും അല്ലാഹു നാളെ കൊടുക്കും. ആർക്കാണ് എന്ന് പറഞ്ഞില്ല. ഇശാഇന്റെ ശേഷം തങ്ങൾ സ്വഹാബത്തിനോട് ഈ വിവരം പറഞ്ഞു. അന്ന് സ്വഹാബത്ത് ചർച്ചയിലാണ്, ആരായിരിക്കും. സുബ്ഹി വരെ അവർക്ക് ഉറക്കം വന്നില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ തങ്ങൾ വിരി ഇങ്ങനെ നീക്കിയിട്ട് ചോദിച്ചു. വിരി നീക്കിയപ്പോ ഹദീസിൽ കാണാം, വലുപ്പമില്ലാത്ത സ്വഹാബിമാര് വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചിട്ട് തല പൊക്കി കാണിക്കുന്നു. ഒരാളെ വിളിക്കുള്ളൂ, ആ ഒരാൾ ഞാനാകണം എന്നുള്ള താല്പര്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെയല്ലേ? നറുക്കൊരാക്കല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ എല്ലാരും വന്നു കൂടൂലേ? ഞാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാരും വരും. ആ ജ്വല്ലറിന്റെ ഉദ്ഘാടനത്തിന് ആരെല്ലാം നറുക്ക് വാങ്ങാൻ എല്ലാരും വരും. ഇവിടെ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ, ഒരാൾക്ക്. രണ്ടാക്കും മൂന്നാക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൈസുകൾ ഉണ്ടാവും. ഏറിപ്പോയാൽ മൂന്നാക്കല്ലേ 10 ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. കഴിഞ്ഞില്ലേ? പക്ഷെ വാങ്ങിയ ആൾക്കാർ എത്ര ഉണ്ടാവും? 1000, 1500, 2000, 3000, 4000, 5000 ഉണ്ടാവും. എല്ലാവരും തലങ്ങനെ പൊക്കി കാണിക്കുന്നു, ഞാനുണ്ട്. തങ്ങൾ ചോദിച്ചു, അയിന അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ചോദ്യം വന്നപ്പോഴേക്ക് എല്ലാരും മുഖം വാടിപ്പോയി. അല്ലാ, ഞങ്ങൾ ആരും വിളിച്ചില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനെയാണല്ലോ തങ്ങൾ വിളിച്ചത്. തങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്ഥാനല്ലേ സഹോദരങ്ങളെ, അതിനാണ് അവർ ആഗ്രഹിച്ചത്. ഏത് സ്ഥാനം? റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അതാ കിട്ടേണ്ടത്. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ആളാ. അല്ലാഹുവിനും റസൂലിനും ഇങ്ങോട്ടും മഹബത്ത് വെക്കുന്ന ആളാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ആ മഹബത്തുള്ള ഒരു മഹാനാണ് ഞാൻ ഈ പതാക കൊടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു എവിടെ? 2-3 സഹാബിമാർ പതുക്കെ പറഞ്ഞു, നബിയെ, കണ്ണിന് സുഖമില്ലായിട്ട് വീട്ടിലാണ്, ജമാഅത്തിന് പോലും വന്നിട്ടില്ല. കണ്ണിന് കണ്ട് ചുവപ്പ് ബാധിച്ചിട്ട് ഈ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും ചുവപ്പ് ബാധിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ തോളിൽ കൈവച്ച് പതുക്കെ ഇങ്ങനെ നടന്നു വന്നു. ഒരു കണ്ണ് പതുക്കെ തുറക്കുന്നത് ആ കണ്ണിനും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ചുവപ്പ് ഉള്ള കണ്ണ് തുറക്കാൻ തന്നെ കഴിയുന്നില്ല, വേദനയുണ്ട്, ആ കണ്ണിന് അത്രയും ചുവപ്പുണ്ട്. ആ കണ്ണ് പതുക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് പകർന്നു നൽകി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട് പലപ്പോഴും, ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ 2 കണ്ണിനൊന്ന് ചെങ്കണ്ണുണ്ടായിരുന്നെങ്കിൽ. കാരണം തങ്ങൾ ആ ഉമിനീര് പകർന്നു തന്ന ആ കണ്ണിന്റെ പ്രസരിപ്പ്, ആ കണ്ണിന്റെ സൗന്ദര്യവും ആ കണ്ണിന്റെ പ്രസരിപ്പും മറ്റേ കണ്ണിന് കിട്ടിയില്ല. അത്ര ഓജസ്സും തേജസ്സും മറ്റേ കണ്ണിനും കിട്ടുമായിരുന്നു, അതിനും കൂടി ചെങ്ങണ്ണുണ്ടായിരുന്നെങ്കിൽ.
എന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പതാക കയ്യിൽ കൊടുത്തു. ഖൈബറിലേക്കാണ് പുറപ്പെടുന്നത്. ഖൈബറിലെ മുറഹിബ് ജൂതന്മാരിൽ ധീര പോരാളിയാണ്. അന്ന് വരെ മുറഹിബിന്റെ മുന്നിൽ ഒരാളും ജയിച്ച ചരിത്രമില്ല. ആ മുറഹിബിനോടുള്ള പോരാട്ടം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഉച്ചയ്ക്ക് ശേഷം ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പോരാട്ടം തുടങ്ങിയത്. അസ്റിന്റെ വാങ്ക് കൊടുത്തിട്ട് പോരാട്ടം തുടരുകയാണ്. എന്താണ് അലി നേരം ഇങ്ങനെ വൈകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരം വൈകുന്നത് എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, കുറെ നേരം പരിക്കേൽപ്പിക്കാനാകില്ല. ഒരൊറ്റ നേക്ക് അതിലൂടെ കഥ കഴിക്കാനാണ് ഉന്നം നോക്കുന്നത്. വരുന്നത് മുഴുവനും തടുക്കുന്നു. ഒരൊറ്റ വിട്ടും അലി റളിയല്ലാഹു അൻഹു കൊള്ളാത്ത വിധം എല്ലാം തടുത്തു മാറ്റുന്നു. മുറഹിബിനെ ഒരൊറ്റ അടിക്ക് അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ വെട്ടിന് തള്ളിയിട്ടപ്പോൾ സ്വഹാബത്ത് മുഴുവനും സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. കൂടെ നിൽക്കുന്ന ജൂതന്മാർ ഓടിപ്പോയി. അല്ലാഹു അക്ബർ, ഖരിബത്ത് ഖൈബറൂ, ഖൈബർ കാലിയായി പോയി. ഒരൊറ്റ ജൂതനെയും കാണാനില്ല. മുറഹിബ് നിലംപരിശായാൽ പിന്നെ ധൈര്യമുള്ള ഒരൊറ്റ കുട്ടിയും ജൂതന്മാരിലില്ല. ഈ അശ്രാന്ത പരിശ്രമം നടത്തിയ അലി റളിയല്ലാഹു അൻഹു ക്ഷീണം മാറട്ടെ എന്ന് കരുതിയിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നു വിശ്രമിക്കാൻ. സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തങ്ങള് മടിയിൽ തലവെച്ച് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. അസ്റിന്റെ നേരത്ത് സാധാരണ തങ്ങൾ ഉറങ്ങാറില്ല. എന്താണെന്നറിയില്ല, തങ്ങൾ ഉറങ്ങി. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ മുഖത്തേക്ക് നോക്കുന്നു, അസ്തമാന ഗംഗയിലേക്ക് നോക്കുന്നു. പടച്ചോനെ, എന്റെ അസ്ർ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, എങ്ങനെ വിളിച്ചുണർത്തും? വിളിച്ചുണർത്തുന്നതൊരു സൂഉല്ലദബല്ലേ? തങ്ങൾ എഴുന്നേറ്റാൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നു. ആ മോഹമൊക്കെ മനസ്സിലുണ്ട്. സൂര്യൻ അങ്ങ് അസ്തമിച്ചു. അലി റളിയല്ലാഹു അൻഹു പൊട്ടിപ്പോയി. കണ്ണീർ കണങ്ങൾ തിരുമുഖത്തേക്ക് ഊറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കരയാണ്. രണ്ട് കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണീരിങ്ങനെ തുടച്ചിട്ട് ചോദിച്ചു, മാ യുബ്കീക യാ അലി, എന്തിനാ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, മാ സ്വല്ലൈതുൽ അസ്റ യാ റസൂലല്ലാഹ്, അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയേ, സൂര്യൻ അസ്തമിച്ചല്ലോ. വിഷമാവസ്ഥ സ്വഹാബത്തൊക്കെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വാഅതിക വത്വാഅതി റസൂലിക ഫർദുദിശ് ശംസ. അല്ലാഹുവേ, അലിയാർ നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ റസൂലാകുന്ന എന്റെ പൊരുത്തത്തിലുമായിരുന്നു. സൂര്യനെ മടക്കി കൊടുക്കണം അല്ലാ. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള സന്തോഷം കാണേണ്ടിയിരുന്നു. അത്ര ഒരു സന്തോഷമുള്ള മുഖം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അല്ലാ, എന്റെ അസ്ർ എനിക്ക് ലാഭായി കിട്ടിയല്ലോ എന്നുള്ള റാഹത്തിൽ അലി റളിയല്ലാഹു അൻഹു അസ്റങ്ങ് നിസ്കരിച്ചു. വിഷമാവസ്ഥകളൊക്കെ മാറി. അസ്റങ്ങോട് പോയപ്പോ അവര് വിതുമ്പിയത്, സഹോദരങ്ങളെ, അവരും ആ അസ്റുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്. അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ മഹത്വത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തിന്, ആത്മീയ പുരോഗതിക്ക് വലിയ നിമിത്തമാകുന്നൊരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഒരിക്കലും ആ അസ്ർ നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. അതിന്റെ അവ്വൽ ടൈമിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരം ഒരിക്കലും തങ്ങൾ വൈകിക്കാറില്ല. അസ്ർ വാങ്ങ് കൊടുത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഉടനെ അസ്ർ നിസ്കാരം നിർവഹിക്കും. അതുകൊണ്ട് അസ്ർ നിസ്കാരം അത്രയും വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.